ക്രിസ്തുയേശുവിൻ്റെ വന്യനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വലിയ നോമിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് 2026 ഫെബ്രുവരി 15 ഞായർ, വലിയ നോമ്പാരംഭ ദിനം. ഉപവാസം, തിരുവചന ധ്യാനം, പ്രാർത്ഥന ഇവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട നാളുകൾ. ഉപവാസം. ഉപവാസം എന്നാൽ അരികിലിരിക്കുക എന്നർത്ഥം. തിരക്കേറിയ ജീവിതയാത്രയിൽ ശ്രദ്ധാപൂർവം സമയം വേർതിരിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രകൃതിയുടെയും ഒക്കെ അരികിലിരിക്കുവാൻ ബോധപൂർവം ശ്രമിക്കേണ്ട ദിനങ്ങൾ. എന്താണ് നോമ്പിൻ്റെ മുഖമുദ്ര? മനസ്സലിവ് തന്നെ. കാനാവിലെ കല്യാണ നാളിൽ ആഹ്ലാദചിത്തരായി എല്ലാവരെയും വിരുന്നൂട്ടിയ ആ ഭവനത്തിൽ നിമിഷ നേരം കൊണ്ട് പ്രധാന വിഭവത്തിൻ്റെ ഇല്ലായ്മ നിരാശ വിതറുന്നു. സഹചര്യരുടെ വേദന സ്വന്തം വേദനയെ ഏറ്റെടുത്ത മറിയ എന്ന ശ്രേഷ്ഠയായ അമ്മ സ്വന്തം മകൻ പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ശുശ്രൂഷക്കാരുടെ അനുസരണം, യേശുതമ്പുരാന്റെ മനസ്സലിവ് കൽപാത്രത്തെ കാസയാക്കി രൂപാന്തരപ്പെടുത്തുന്നു. കാനാവിലെ ഭവനത്തിൻ്റെ പ്രതിസന്ധി സന്തോഷത്തിനും ആനന്ദത്തിനും വഴിമാറുന്നു. നോവുള്ള ഹൃദയം ആരിലുണ്ടോ അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രത്യാശയും പ്രതീക്ഷയും പകരുന്നവരായി മാറ്റപ്പെടുന്നു. നമ്മുടെ നോമ്പും ഉപവാസവും വേദനയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് വിളിച്ചോതുന്ന ക്രിസ്തുഭാവത്തിലേക്ക് നിരന്തരം നയിക്കപ്പെടുന്നതായി തീരണം. കസാൻ സാക്കീസിൻ്റെ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട്: ദൈവമേ, ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് അപ്രകാരം എന്നെ ആക്കി തീർക്കണമേ. രൂപാന്തരത്തിൻ്റെയും രൂപപ്പെടലിൻ്റെയും അനുഭവങ്ങളിലൂടെ അർഹരായിരിക്കുന്നവർക്ക് ദൈവസ്നേഹത്തിൻ്റെ രുചിക്കൂട്ടുകൾ പകരുന്ന കൽപാത്രങ്ങളായി നമുക്ക് മാറ്റപ്പെടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.